ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ശിവനെ കള്ളക്കേസിൽ പോലീസ് ലോക്കപ്പിലാക്കിയതിന്റെ സന്തോഷത്തിൽ അങ്ങനെ ഡെയ്സി ഇരിക്കുന്നപ്പോഴാണ് ഡെയ്സി യഥാർത്ഥത്തിൽ കുറ്റവാളിയാണെന്നുള്ള സത്യം പുറം ലോകത്തെ ശാലിനി ബോധ്യപ്പെടുത്തിയത്. അത് ടി വിയിലൂടെ കണ്ട സുസ്മിത ഉടനെ തന്നെ ഡെയ്സിയെ വിളിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കുകയും, നിനക്ക് ഞാൻ ഒരു ഉപദേശം തന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് നിന്റെ പേരിൽ വരുന്ന കേസിൽ എൻ്റെ പേര് ഒരു കാരണവശാലും ഉൾപ്പെടുത്താൻ പാടില്ല എന്നും എൻ്റെ പേര് അതിലേക്ക് വലിച്ചിഴച്ചേക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സുസ്മിത ഫോൺ കട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഡെയ്സി ആകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വാതിലാരോ മുട്ടുന്ന ശബ്ദം ഡെയ്സി കേൾക്കുന്നത്. ഉടൻ തന്നെ ഡെയ്സി ഇത് ആരായിരിക്കും എന്നോർത്ത് സംശയപ്പെട്ട് നിൽക്കുമ്പോഴേക്കും വാതിൽ തുറക്കടി എന്ന് പറഞ്ഞ് വേലായുധൻ വാതിൽ മുട്ടി ബഹളം ഉണ്ടാക്കി. ഉടൻ തന്നെ ഡെയ്സി എന്ന് വാതിൽ തുറന്നതും വേലായുധൻ പറഞ്ഞു, അതെ, നീ കാണിച്ചു കൂട്ടിയ വൃത്തികിടക്ക് എന്താണെന്ന് ഞാൻ അറിഞ്ഞു. മര്യാദയ്ക്ക് എന്റെ വീട്ടിൽ നീ ഇറങ്ങിക്കോ. നിന്നെ പോലെയുള്ളവർക്ക് താമസിക്കാൻ പറ്റിയ വീടല്ല എന്റേത്. നിന്നെ പോലെയുള്ളവളുമാരെ ഈ വീട്ടിൽ എന്തായാലും താമസിക്കാൻ ഞാൻ അനുവദിക്കുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡെയ്സിയോട് ബഹളം വെക്കുമ്പോൾ അത് കേൾക്കുന്ന വേലായുധന്റെ വാക്കുകൾ കേട്ട് ഡെയ്സി പറഞ്ഞു, അതെ, ഈ വീട് വാടകയ്ക്ക് എടുത്തത് എന്റെ ഭർത്താവാണല്ലോ. എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവ് തന്നെ വന്ന് പറയട്ടെ, അല്ലാതെ നിങ്ങൾ പറഞ്ഞ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞ ഡെയ്സി കടുംപിടുത്തം പിടിച്ച് നിൽക്കുമ്പോഴേക്കും, നിന്നെ ഇറക്കി വിടാൻ എനിക്ക് അറിയാമടി എന്ന് പറഞ്ഞുകൊണ്ട് വേലായുധൻ ബഹളം ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണട്ടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഡെയ്സിയും അങ്ങനെ നിന്നു. അപ്പോഴാണ് ഡെയ്സിയുടെ വാക്കേറ്റം കണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് വേലായുധൻ അവിടെ നിന്ന് ഇറങ്ങുകയും ശിവനിങ്ങി വന്നു കഴിയുമ്പോഴേക്കും, തീർച്ചയായിട്ടും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നും അവൻ തന്നെ നിന്റെ കാര്യത്തിലുള്ള തീർപ്പ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേലായുധൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി. നിന്നെ പോലെ ഉള്ളവളുമാര് ഒരു കാരണവശാലും കുടുംബത്ത് ജീവിക്കാൻ പറ്റിയവളല്ല എന്ന് പറഞ്ഞ് ഡെയ്സിയോട് തട്ടിക്കയറിയിട്ടാണ് വേലായുധൻ അവിടെ നിന്ന് മടങ്ങുന്നത്. അപ്പോഴായിരുന്നു തീരുമാനങ്ങളെല്ലാം എടുത്ത കടുത്ത തീരുമാനങ്ങൾ എടുത്ത നിലപാടിൽ ഉടൻ തന്നെ വീട് വിട്ടിറങ്ങാനായി തീരുമാനിച്ചു നിൽക്കുകയായിരുന്നു ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ തന്റെ ബാഗും എല്ലാം എടുത്തുകൊണ്ട് പെൺമക്കളോട് യാത്ര പറഞ്ഞു. ശാരികയും ശ്യാമയും ഗോപാലകൃഷ്ണനോട് പോകരുതെന്ന് പറഞ്ഞ് കേണപേക്ഷിക്കുമ്പോഴും ഗോപാലകൃഷ്ണൻ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു. ഇല്ല, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. സത്യത്തിൽ ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അധികപ്പറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോ ഞാൻ ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യകത എന്താണ്? ഞാൻ അന്വേഷിച്ച് വന്നയാള് ഇപ്പൊ ഈ വീട്ടിലില്ല. അതിന്റെ കുറ്റക്കാരൻ ഞാനാണെന്ന രീതിയിലാണ് നിങ്ങളുടെ പെരുമാറ്റം പോലും. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനി ഇവിടെ ഞാൻ നിൽക്കുന്നത് ശരിയാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. ഇപ്പോൾ അതിനുള്ള പ്രായവുമായി. പിന്നെ ഞാൻ ഇനി എന്തിനാണ് നിങ്ങൾക്കിടയിൽ ഒരു അധികപ്പറ്റായിട്ട് നിൽക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഇനി ഒരു തിരിച്ചുവരവിനില്ല. ഇന്നേക്കുമായി ഈ തിരിച്ചുവരവ്, ഈ വീടുമായിട്ടുള്ള ബന്ധവും അവസാനിപ്പിച്ച് ഞാൻ ഇറങ്ങുകയാണ്. ഇനി ഞാൻ ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ പോകാനൊരുങ്ങുമ്പോൾ അവിടെ കുടുംബശ്രീയിലെ ജോലിക്കാരിയായ ശാന്തയും ഗോപാലകൃഷ്ണനെ തടയാനായി ശ്രമിക്കുന്നു. ഗോപാലേട്ട, ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഗോപാലേട്ടൻ ഇവരെ തനിച്ചാക്കി പോകുന്നത് ശരിയാകുമോ? ഇവിടെ ശാരദാമ്മ കൂടി ഇല്ലല്ലോ. ആ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആരെങ്കിലും അവർക്ക് സഹായത്തിന് വേണ്ടേ ഗോപാലേട്ട എന്ന് ചോദിച്ച് ശാന്തയും അക്കാര്യത്തിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഇല്ല, ഇവിടെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഇവരെക്കാളും പ്രായമുള്ള ആളുകൾ വേറെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ ശാന്തി പറഞ്ഞു, ഗോപാലേട്ട, ഇവരെന്തെങ്കിലും പിള്ളേരല്ലേ, അവരുടെ അറിവ് കേടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് ഗോപാലേട്ടൻ കാര്യമായി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഇവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. എന്നാൽ അറിവ് കൂടി ഒരാളുണ്ടല്ലോ, ഒരു IAS കാരി. അവള് എന്നോട് പെരുമാറുന്നതും എന്നോട് പറയുന്ന രീതിയുമൊക്കെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ. അതുകൊണ്ട് അവളുടെ പെരുമാറ്റം വെച്ച് നോക്കുമ്പോൾ, അറിവ് കൂടിയവളുടെ പെരുമാറ്റം വെച്ച് നോക്കുമ്പോൾ ഇവരുടേതൊന്നും അത്ര വലിയ പ്രശ്നമുള്ളതല്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നില്ല. ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. ഇനി ഒരു തിരിച്ചുവരവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ കടുംപിടുത്തം പിടിച്ച് അവിടുന്ന് പോകാൻ ഇറങ്ങുമ്പോഴേക്കും ശ്യാമ വീണ്ടും ഗോപാലകൃഷ്ണനെ പിടിച്ചു നിർത്തി. അച്ഛാ, പോവല്ലേ, ഞങ്ങളെ തനിച്ചാക്കി പോവല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ഗോപാലകൃഷ്ണനെ തടയാനായി ശ്രമിക്കുമ്പോഴേക്കും ശാരികയും അതിനൊപ്പം കൂടിയപ്പോൾ ഗോപാലകൃഷ്ണൻ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു. ഇല്ല, ഞാൻ പോവുക തന്നെ ചെയ്യും. ഇനി ഇവിടെ ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു ടെൻഷനിൽ ആകെ തകർന്നു നിൽക്കുന്ന ശാരിക പെട്ടെന്ന് ശാരികയ്ക്ക് വയറിന് വല്ലാത്തൊരു വേദന തോന്നി. ശ്യാമ പിന്നാലെ ഓടി ചെല്ലാനായി ഗോപാലകൃഷ്ണന്റെ പിന്നാലെ ഓടുമ്പോഴേക്കും അതിന് സാധിക്കാതെ ശ്യാമയും ആകെ ടെൻഷൻ അടിച്ചങ്ങ് നിൽക്കുമ്പോൾ ഗോപാലകൃഷ്ണനോട് പോകരുതെന്ന് പറഞ്ഞ് ശ്യാമ പിന്നിൽ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ശാരികയ്ക്ക് പെട്ടെന്ന് വല്ലാതെ വയറിന് വേദന അനുഭവപ്പെട്ടു. ശാരിക അവിടെ നിന്ന് നിലവിളിച്ചു, അയ്യോ ശാന്തേച്ചി എന്ന് പറഞ്ഞ് വേദന കാരണം ശാരിക ഉറക്കെ നിലവിളിക്കുമ്പോഴേക്കും ശാരികയെ പിടിച്ച് ശാന്തപതിയെ ആ സ്റ്റെപ്പിലേക്ക് കൊണ്ടുവന്നിരുത്തി. ഈ സമയത്ത് അവിടെ നിന്ന് ശ്യാമ വിളിച്ചു പറഞ്ഞു,
അച്ഛാ അച്ഛാ ശാരികേച്ചിക്ക് വേദനിക്കുന്നുവെന്ന്, വയറിന് വേദന എടുക്കുന്നുവെന്ന് എന്ന് പറഞ്ഞപ്പോഴേക്കും വേഗം തന്നെ ഗോപാലകൃഷ്ണൻ അരികിലേക്ക് ഓടിയെത്തി. എന്താ മോളെ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ടും, അച്ഛാ എനിക്ക് തീരെ വയ്യ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചാ എന്ന് പറഞ്ഞതും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, ഓ ഇത് സമയമായെന്നാ തോന്നുന്നത്, എന്തായാലും ഞാൻ വേഗം പോയി ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം, നിങ്ങളെ പോകാനായിട്ട് റെഡിയായി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്ക്, ഡ്രസ്സും മറ്റുമൊക്കെ വേഗം എടുത്ത് ബാഗിനകത്ത് എടുത്ത് വെക്കുക എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ തന്റെ തൂക്കസഞ്ചി തോൾസഞ്ചി കയ്യിലേക്ക് കൊടുത്ത് ശ്യാമയുടെ കയ്യിലേക്ക് കൊടുത്ത് ഗോപാലകൃഷ്ണൻ വണ്ടി വിളിക്കാനായിട്ട് വേഗം അവിടെ നിന്ന് ഓടുന്നു. ഈ സമയത്താണ് ശിവൻ വാടകയ്ക്ക് എടുത്ത വീട്ടിലേക്ക് ഡേസിയെ കാണുവാനായിട്ട് ഡേവിസും ആന്റണിയും എത്തിയത്. എന്തായാലും ഇത്തവണത്തെ പണി ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എന്ന് ഡേസി പറയുമ്പോഴേക്കും ഡേവിസ് പറഞ്ഞു, ചെറുതായിട്ടൊന്നും അല്ല, മൊത്തത്തിൽ പാളി, അതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അല്പം ശ്രമകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞതും ഡേവിസ് പറഞ്ഞു, എന്തായാലും ഒരു കാര്യം, നമ്മൾ ഇങ്ങനെ ഒരു കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണമായിരുന്നു. ഏതെങ്കിലും വിധേന അത് പൊളിഞ്ഞു പോകുമോ എന്ന് കൃത്യമായി ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ ഇവിടെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാളിച്ച സംഭവിച്ചത്. ഉറപ്പ് വരുത്താതെ പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അവിടെ നിന്ന് ആന്റണിയും ഡേവിസും ഡേസിയോട് ദേഷ്യത്തോടെ അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഡേവിസ് ഉടനെ ഡേസിയോട് പറഞ്ഞു, എന്തായാലും അവനോട് ഒന്ന് ഏറ്റുമുട്ടണം എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഇരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇതിലോട്ട് അവനിങ്ങ് എത്തിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഡേസി പറഞ്ഞു, ഉടനെ തന്നെ വരും, എന്തായാലും എന്നെ ഇവിടുന്ന് അടിച്ചിറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞപ്പോൾ ആന്റണി പറഞ്ഞു, ഇനി അവനോട് ശക്തി കൊണ്ടല്ല, ഇനി ബുദ്ധി കൊണ്ടാണ് നേരിടേണ്ടത്, അവന്റെ നേരെയുള്ള നീക്കങ്ങൾ ആ രീതിയിലായിരിക്കണം, അവനെ അടിമുടി തകർത്ത് കളയുന്നത് പോലെയാവണം ഇനിയുള്ള നിന്റെ നീക്കങ്ങൾ, സൂക്ഷിച്ചു വേണം ഇനി ഓരോ ചൂടും എന്ന് പറഞ്ഞപ്പോൾ ഡേവിസ് പറഞ്ഞു, എന്തായാലും ഇപ്പൊ തന്നെ അവൻ എത്തുമായിരിക്കും, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന്റെ ആവേശത്തിൽ ഉടനെ തന്നെ അവൻ ഇവിടേക്ക് എത്തുമല്ലോ, കുറെ നാളായി ദേഹമൊക്കെ ഒന്ന് അനങ്ങിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഡേസി പറഞ്ഞു, ഉടനെ തന്നെ ഇങ്ങ് എത്തും, അതുകൊണ്ട് നിങ്ങൾ വേഗം പോകുന്നതായിരിക്കും നല്ലത്, എന്നോടുള്ള ദേഷ്യത്തിലാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞതും ഡേവിസ് പറഞ്ഞു, നീ വരട്ടെ, കുറച്ച് ദിവസമായല്ലോ ദേഹമൊക്കെ ഒന്ന് അനങ്ങിയിട്ട്, അവനുമായിട്ടൊന്ന് ഏറ്റുമുട്ടാൻ തയ്യാറായി തന്നെ ഞാൻ വന്നിരിക്കുന്നതെന്ന് ഡേവിസ് പറയുമ്പോഴേക്കും അവിടേക്ക് ശിവന്റെ ബൈക്ക് വന്ന് നിൽക്കുന്നു. ശിവനെ കണ്ടതോടെ ഡേസി പറഞ്ഞു, എന്നാലേ ഇനിയിപ്പോ ദേഹം അനക്കുന്നതിനെ കുറിച്ച് കൂടുതൽ ഡേവിസ് ആലോചിക്കേണ്ട, ആളിങ് എത്തിയിട്ടുണ്ട്, ഇപ്പൊ തന്നെ ഇവിടെ ഇതിന്റെ ഇന്ന് നടന്നതിന്റെയൊക്കെ ബാക്കി ഭാഗം ഇന്നിവിടെ കാണാൻ കഴിയും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും വണ്ടി നിർത്തിയിട്ട് വളരെ ഗൗരവത്തോടെ ശിവൻ അകത്തേക്ക് കയറി വന്നു. എന്താടി, നീ എനിക്ക് നേരെ വിരിച്ച വല പൊട്ടിപ്പോയത് കൊണ്ട് നിന്റെ സംരക്ഷകരെ നീ വിളിച്ചു വരുത്തിയതാണോ എന്ന് ചോദിച്ച് ഡേസിയുടെ നേരെ കയർത്തുകൊണ്ട് ശിവൻ നേരെ അടുക്കുമ്പോഴേക്കും ഡേവിസ് ഇടയിൽ കയറി, അതെ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, മാറി നിൽക്കടാ അങ്ങോട്ട്, ഞാനേ ഇവളോടാ സംസാരിക്കുന്നത്, ഇവള് മുഖേനയാണ് എനിക്കിപ്പോ ഇത്രയും വലിയൊരു അപമാനം ഉണ്ടായിരിക്കുന്നത്, അപ്പോ അതിനുള്ള മറുപടി ഇവളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഡേസിയെ തല്ലാനായിട്ട് കൈ ഓങ്ങിക്കൊണ്ട് ചെല്ലുമ്പോഴേക്കും ആന്റണി പറഞ്ഞു, വേണ്ട വേണ്ട ശിവൻ, മര്യാദയ്ക്ക് മാറി നിൽക്കാൻ നോക്ക് എന്ന് പറഞ്ഞതും, അത് ശരി, നീ എന്നെ തടുക്കാറായോടാ, നീയൊക്കെ ഇവിടെ വന്ന് എന്നെ വെല്ലുവിളിക്കാറായോ, എന്നാന്ന് എനിക്ക് അറിയണല്ലോ എന്ന് പറഞ്ഞ് ശിവനും ഡേവിസും ആന്റണിയും കൂടി പരസ്പരം കയ്യേറ്റം നടത്തുകയാണ്. ഉടനെ 3 പേരും കൂടി അവിടെ കയ്യേറ്റം നടത്തുന്നതിനിടയിൽ ആന്റണിയെയും ഡേവിസിനെയും ശിവൻ അടിച്ചൊതുക്കി മാറ്റി നിർത്തുമ്പോഴേക്കും രണ്ടുപേരെയും വീണ്ടും മർദ്ദിക്കാൻ ശിവൻ ഒരുങ്ങുന്ന സമയത്ത് അപ്പുറത്ത് നിന്ന് മാറി നിന്ന് ഡേസി ഉറക്കെ വിളിച്ചു, ശിവ. ആ വിളി കേട്ടതും ശിവൻ എന്തിരിഞ്ഞു നോക്കുമ്പോൾ ഡേസി തന്റെ കയ്യിൽ ഒരു മണ്ണെണ്ണയ്ക്കാനും പിടിച്ചുകൊണ്ട് ഡേസിയെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ശിവനെ വെല്ലുവിളിക്കും വണ്ണം അത് ദേഹമാസകലം ഒഴിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, ഇത് ഇനി എന്റെ അടുത്തേക്ക് വന്നാൽ ഞാനത് തീർച്ചയായിട്ടും കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ലാമ്പും കയ്യിൽ ഉറച്ചു പിടിച്ചുകൊണ്ട് ഡേസി അങ്ങനെ നിൽക്കുകയാണ്. മണ്ണെണ്ണയിൽ കുളിച്ചേക്കുന്ന ഡേസിയെ കളിയോടെ ശിവൻ നോക്കി. അപ്പോഴേക്കും, എന്താ ശിവ, നീ വരുന്നില്ലേ, വാടാ ഇങ്ങോട്ട്, ഇനി പ്രേരണാ കുറ്റത്തിനാണ് നീ ഇനി അകത്ത് പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡേസി വെല്ലുവിളി ഉയർത്തി അങ്ങനെ നിന്നു. ശിവൻ ഡേസിയുടെ മുടിക്കുത്തിന് പിടിച്ചപ്പോഴായിരുന്നു ആന്റണിയും ഡേവിസും കൂടി ശിവനെ എതിർക്കാൻ ശ്രമിച്ചത്. ഇപ്പോ ശിവന്റെ മുന്നിൽ ഡേസി ദേഹമാസകലം മണ്ണെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ടതും ആന്റണി വിളിച്ചു പറഞ്ഞു, മോളെ വേണ്ട. അപ്പോഴേക്കും, ഇല്ല, അവൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണട്ടെ, വാടാ നീ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വീണ്ടും ശിവനെ വെല്ലുവിളിക്കുകയാണ്. ഉടൻ ശിവൻ ദേഷ്യത്തോടെ അവിടെ നിൽക്കുന്ന ഡേസിയുടെ അരികിലേക്ക് ചെല്ലാൻ തയ്യാറായി ശിവൻ അങ്ങനെ നിൽക്കുമ്പോഴേക്കും കയ്യിൽ ലാമ്പും കത്തിച്ചുകൊണ്ട് നിൽക്കുന്ന ഡേസിയെ പിന്നിൽ നിന്ന് ആ ലാമ്പ് ആരോ തട്ടിപ്പറിച്ചു. ഡേസി ഞെട്ടലോടെ നോക്കുമ്പോഴേക്കും ആ ലാമ്പ് തട്ടിപ്പറിച്ചുകൊണ്ട് വേലായുധൻ അടുത്ത് നിൽക്കുന്നു. ഇത് കണ്ടതോടെ ഡേസി തന്റെ ആ നീക്കം പരാജയപ്പെട്ടതിന്റെ വിഷമത്തിൽ ഡേസി അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശിവനോട്
ഡേവിസ് അവിടെ നിന്ന് വേലായുധം പിടിച്ചു പറഞ്ഞു, എടാ, ഇവളെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതിനുള്ള ചുമതലയും അധികാരവും നിനക്കാണുള്ളത്. അപ്പോ നീ അത് ശരിക്കും ചെയ്യുകയല്ലേ എന്ന് വേലായുധം ചോദിക്കുമ്പോഴേക്കും ശിവൻ അരികിലേക്ക് ചെന്ന് ഡേസിയുടെ കർണത്തടിച്ചു. മേലാൽ ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ ഇനി കാണിച്ചാലുണ്ടല്ലോ, മേലാൽ ഞാൻ ജീവിക്കുന്ന സ്ഥലത്തേക്ക് നിന്റെ പൊടി പോലും വന്നു പോയേക്കരുത്, നിന്റെ നിഴൽ പോലും പതിച്ചേക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിയോടെ ഡേസിയുടെ കർണം പുകച്ചുകൊണ്ട് ശിവൻ അങ്ങനെ നിന്നു. ശിവന്റെ ആ പ്രകടനം കണ്ടുകൊണ്ട് ആകെ ഭയന്നു നിൽക്കുന്ന ഡേസി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അങ്കലാപ്പിലായി. എന്തായാലും ഡേസിയുടെ കൃത്യസമയത്തുള്ള നീക്കം അത് എന്തുകൊണ്ടും വിജയകരമാകുമെന്നും ഡേസി തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ശിവനെ കീഴ്പ്പെടുത്തുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നപ്പോഴായിരുന്നു പെട്ടെന്നുള്ള വേലായുധന്റെ അവിടേക്കുള്ള വരവ്. അതുകൊണ്ട് ഡേസിയുടെ നീക്കം പരാജയപ്പെട്ടതോടെ ആന്റണിയും ഡേവിസും അരികിലേക്ക് എത്തി. മോളെ വാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ ഡേസി പറഞ്ഞു, തൽക്കാലം നീ ജയിച്ചു, എന്നാൽ നീ സൂക്ഷിച്ചിരുന്നോ ശിവ, നിന്നെ ഏത് വിധേനയും ഞാൻ കുടുക്കിയിരിക്കും. നീ അങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ ഈ ഡേസി സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഡേസി ആന്റണിക്കും ഡേവിസിനും ഒപ്പം അവിടുന്ന് മടങ്ങി. അപ്പോഴാണ് ശാരീരികമായ ഹോസ്പിറ്റലിലേക്ക് ശ്യാമയും രോഹിത്തും ഒപ്പം ഗോപാലകൃഷ്ണനും ശാന്തേച്ചിയും എത്തിയത്. അവരെല്ലാവരും കൂടി അവിടേക്ക് വന്നതും പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന ശാരികയോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വല്ലാത്ത പേടിയിലായിരുന്നു ശാരിക. അപ്പോഴേക്കും ശാരിക ആകെ സങ്കടത്തോടെ ഗോപാലകൃഷ്ണനോടൊക്കെ ആയിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട്, പലപ്പോഴും ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ കുഞ്ഞിനെ ഒന്ന് നശിപ്പിച്ച് കിട്ടാനായിട്ട്. അതൊക്കെ എനിക്ക് രാജീവേട്ടനോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നു അന്ന് ഞാൻ അങ്ങനെയെല്ലാം പ്രവർത്തിക്കുകയും അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഈ കുഞ്ഞ് വേണമെന്ന് തന്നെയാണ്. അന്ന് ഞാൻ ചെയ്തു പോയ തെറ്റിന്റെയൊക്കെ ഫലമായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വേദനയും സങ്കടവും ഒക്കെ. എനിക്ക് അന്ന് ഞാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് എൻ്റെ ഈ കുഞ്ഞിനെ നഷ്ടമാവുമോ? ഒരിക്കലും എനിക്ക് ഈ കുഞ്ഞിനെ നഷ്ടപ്പെടാൻ വയ്യ, എനിക്ക് ഈ കുഞ്ഞിനെ വേണം, എനിക്ക് ഈ കുഞ്ഞിനെ വളർത്തണം എന്നൊക്കെ പറഞ്ഞപ്പോ അതെല്ലാം കേട്ട ഗോപാലകൃഷ്ണൻ പറഞ്ഞു, മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഇപ്പൊ സമാധാനത്തോടെ പൊയ്ക്കോ, കുഞ്ഞിനൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ശാരികയെ അവിടേക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പറഞ്ഞയക്കുന്നു. ശാരിക അവിടെ ലേബർ റൂമിലേക്ക് കയറുമ്പോഴേക്കും അതിന്റെ പുറത്ത് നിന്ന് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഗോപാലകൃഷ്ണനെയും രോഹിത്തിന്റെ അരികിലേക്ക് ചെന്ന് ശ്യാമ പറഞ്ഞു, ഒരു കണക്കിന് ശാരികേച്ചി ഇപ്പോൾ അനുഭവിക്കുന്ന വേദന എത്ര ദുഷ്കരമാണ്. സത്യത്തിൽ ശാരികേച്ചിയുടെ ജീവിതത്തിൽ ഈ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഈ കുഞ്ഞ് വരുന്നത് ഒരു രീതിയിൽ എന്തെങ്കിലും അംഗവൈകല്യമോ മറ്റോ ഒക്കെയുള്ള ഒരു കുഞ്ഞായിട്ട് വരുമെന്നാണ്. ഇങ്ങനെ പോയാൽ ഏത് രീതിയിലായിരിക്കും കുഞ്ഞേച്ചിക്ക് ആ കുഞ്ഞിനെ കിട്ടുക? ഒരുപക്ഷെ കുഞ്ഞേച്ചിക്ക് ആ കുഞ്ഞിനെ ലഭിക്കാൻ പോകുന്നത് എന്തെങ്കിലും അംഗവൈകല്യത്തോടെയുള്ള ഒരു കുഞ്ഞാണെങ്കിൽ ജീവിതകാലം മുഴുവൻ കണ്ണീരൊഴുക്കി കുഞ്ഞേച്ചി ജീവിക്കേണ്ടി വരില്ലേ എന്നെല്ലാം ശാരികയെ കുറിച്ച് ശ്യാമ ചോദിച്ചു. ഉടനെ രോഹിത്ത് പറഞ്ഞു, ശ്യാമേ, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞതും രോഹിത്തെ, ഞാൻ വരും വരായികൾ പറയുകയാണ്, കുഞ്ഞേച്ചിയുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു കുഞ്ഞാണ് കടന്നു വരുന്നതെങ്കിൽ കുഞ്ഞേച്ചിക്ക് അതൊരു തീരാ ദുഃഖമായി മാറുമല്ലോ, കുഞ്ഞേച്ചിക്ക് വലിയൊരു ബാധ്യതയായി മാറില്ലേ? അതെല്ലാം കേട്ടതും രോഹിത് പറഞ്ഞു, ശ്യാമെ, നീ നിർത്തിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേക്കും ശ്യാമ വീണ്ടും പറഞ്ഞു, കുഞ്ഞിനെ ആ രീതിയിലാണ് കുഞ്ഞേച്ചിക്ക് കിട്ടുന്നതെങ്കിൽ കുഞ്ഞേച്ചിയുടെ ജീവിതം തന്നെ അതോടെ ഇല്ലാതാകും. ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു കുഞ്ഞിനെ കുഞ്ഞേച്ചിക്ക് കിട്ടാതിരിക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ഗോപാലകൃഷ്ണനും ശാന്തയും ഒക്കെ ആകെ വേദനയോടെ ശാരികയുടെയും കുഞ്ഞിന്റെ അവസ്ഥയോർത്ത് സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ലേബർ റൂമിൽ ഡോക്ടർമാര് ശാരികയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ശാരിക അതിനനുസരിച്ച് ഓരോ പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ശാരികയുടെ സങ്കടവും വേദനയും ഒക്കെ മനസ്സിലാക്കിയ ഗോപാലകൃഷ്ണൻ തന്റെ മകൾക്കും കുഞ്ഞിനും ഒരാപത്തും വരരുതേ എന്ന പ്രാർത്ഥനയോടെ ആ പാവം അച്ഛൻ പുറത്ത് കാത്തുന്നു. അപ്പോഴാണ് ശാരിക ഒടുവിൽ ആ കുഞ്ഞിന് ജന്മം നൽകിയത്. പുറത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കുടുംബക്കാർക്ക് ആ സന്തോഷ വാർത്തയുമായി ഡോക്ടർ പുറത്തേക്ക് എത്തി. ഡോക്ടർ പറഞ്ഞു, അതെ, കുറേ നേരത്തെ പരിശ്രമങ്ങൾക്ക് ശേഷം ശാരികയ്ക്ക് കുഞ്ഞ് ജനിച്ചു കേട്ടോ. എല്ലാവരും ആകെ ടെൻഷനിലായെന്നറിയാം. സത്യത്തിൽ കുഞ്ഞിനെ ജീവനോടെ കിട്ടുമോ എന്നായിരുന്നു ഞങ്ങളുടെ ടെൻഷൻ. പക്ഷേ കുഞ്ഞിന് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി മെച്ചമല്ലാത്തത് കൊണ്ട് കുഞ്ഞിനെ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ കുഞ്ഞിനെ കിട്ടുമോ എന്ന് പോലും സംശയിച്ചു പോയിരുന്നു എന്ന് ഡോക്ടർ അറിയിച്ചു. എല്ലാം കേട്ടതും ആകെ ടെൻഷനോടെ ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ലല്ലോ ഡോക്ടർ എന്ന് ചോദിച്ചു. ഇനി കൂടുതൽ കാര്യങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമേ പറയാൻ കഴിയൂ.
കുഞ്ഞിനെ ശരിക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞ് പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നതെന്ന് വാർത്ത കൂടി അറിയിച്ചിട്ട് ഡോക്ടർ അവിടെ നിന്ന് മടങ്ങി. എന്തായാലും കുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷത്തിൽ എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശ്യാമ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഓ ഇങ്ങനെയായിരുന്നെങ്കിൽ ആ കുഞ്ഞ് ചത്തുപോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശ്യാമ അങ്ങനെ ഒരു വെറുപ്പോട് കൂടി പറയുന്നത് കേൾക്കുമ്പോൾ അത് കേട്ടു നിന്ന ഗോപാലകൃഷ്ണൻ ശ്യാമയുടെ കർണത്തടിച്ചു. ഗോപാലകൃഷ്ണൻ അത് ചെയ്യുമ്പോഴേക്കും രോഹിത് ശ്യാമയെ തല്ലാനായിട്ട് അരികിലേക്ക് എത്തുന്ന സമയത്ത് ശ്യാമയെ തല്ലാനായി കൈ ഓങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഗോപാലകൃഷ്ണൻ ശ്യാമയുടെ കർണം പുകച്ചത്. എന്നിട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞു, കുറെ നേരമായി നീ ഇവിടെ കിടന്നുകൊണ്ട് നാവാടുന്നത്, മിണ്ടാതെ നിന്നോ, അതാ നിനക്ക് നല്ലത്. ഇത്രയും നേരം ഞാൻ സഹിച്ചു നിൽക്കുകയായിരുന്നു. ഇമാതിരി സംസാര പ്രവൃത്തിയാ നിന്റെ ഭാഗത്തുനിന്നെങ്കിൽ ഇനിയും നീ തല്ലു വാങ്ങിച്ചു കൂട്ടും. അതുകൊണ്ട് നിന്റെ നാവ് അടക്കി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് ഗോപാലകൃഷ്ണൻ ദേഷ്യപ്പെട്ട് ശ്യാമയോട് പറയുമ്പോഴേക്കും കലിയോടെ ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് പോകുന്നത് കണ്ട് അടുത്ത് നിന്ന് രോഹിത് പറഞ്ഞു, ഇപ്പൊ നിനക്ക് കിട്ടിയ ഈ അടിയുണ്ടല്ലോ, അത് നീ ചോദിച്ചു വാങ്ങിയതാ. ഇത് നിനക്ക് നേരത്തെ തരേണ്ടതായിരുന്നോ? പലതവണ ഞാൻ അതിന് ഓങ്ങിയിട്ടും അതിനെ ക്ഷമിച്ച് ഞാൻ നിന്നതാണ്. ഇനിയും ഈ രീതിയിലാണ് നിന്റെ സ്വഭാവമെങ്കിൽ ഇതുപോലെ നീ ഇനിയും വാങ്ങിച്ചു കൂട്ടും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ നിന്ന് രോഹിത് പോകുമ്പോൾ രോഹിത്തിന്റെയും അച്ഛന്റെയും ചീത്തവിളിയും തല്ലും ഏറ്റുവാങ്ങിയ ശ്യാമ ആകെ നാണം കെട്ട്, അതും ശാന്തേച്ചിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു കാര്യം തനിക്ക് നേടേണ്ടി വന്നേ ഇതിനെല്ലാം സാക്ഷിയായി ശാന്തേച്ചി കൂടി നിൽക്കുന്ന കണ്ടതോടെ ആകെ നാണം കെട്ട്, എന്നാൽ മനസ്സിൽ മുഴുവൻ അസൂയയും വൈരാഗ്യവും എല്ലാം പേറിക്കൊണ്ട് തനിക്കൊരു കുഞ്ഞിനെ കിട്ടാത്തതിൽ ആ ഒരു അസൂയയും എല്ലാം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നിന്ന ശ്യാമ ശാരികയ്ക്ക് കുഞ്ഞുണ്ടായതിൽ അസൂയയോടെ നിൽക്കുന്നു.